ട്രംപ് എന്ന കീലേരി അച്ചു ഇന്നേക്ക് 35 വർഷം മുമ്പാണ് കൺകെട്ട് എന്ന സിനിമ ഇറങ്ങിയത്. അതിലെ മാമുക്കോയെ അവതരിപ്പിച്ച കഥാപാത്രമാണ് കീലേരി അച്ചു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് കീലേരി അച്ചുവായി മാറിയിരിക്കുകയാണ്. പറയുന്നത് നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുമാണ്. നമ്മുടെ ഇന്ത്യൻ വലതുപക്ഷ മാധ്യമ പ്രവർത്തകനായ അർണബ് ഗോസ്വാമി അടക്കം അദ്ദേഹത്തിന്റെ തംബ്നെയിൽ നോക്കിയാൽ മതി. അർണബ് ഷ്രെഡ്സ് ലൂസർ ട്രംപ്. ലൂസർ ട്രംപ്, ഇംഗ്ലീഷിൽ ലൂസർ എന്താ പറയണേ, നമ്മളൊരു ചീത്തവിളിയും കൂടെയാണ്. അങ്ങനെ ട്രംപിനെ ലൂസർ ആണെന്ന് പറഞ്ഞ് അർണബ് ഗോസ്വാമി അടക്കം ഷ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ സിവിലൈസേഷൻ നശിപ്പിക്കും എന്ന് പറഞ്ഞതിന് പോപ്പ്, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ട്രംപിന്റെ പ്രസ്താവനകളെ അപലപിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ട്രംപിന്റെ പ്രസ്താവനകളെ അപലപിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും ഒഴിച്ച് ലോകത്തെല്ലാവർക്കും ട്രംപിന് സ്ഥിരതയില്ലാത്ത മനുഷ്യനാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ട്രംപിന്റെ കീലേരി അച്ചുവിന്റെ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇറാനോട് സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ കൺകെട്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആരോ മനോഹരമായിട്ട് അതൊരു ഇതുവാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക്, മീഡിയ വൺ, എല്ലാ ചാനലുകളും ഒരുമിച്ച് നിന്ന് പറയുക. നീ ഏത് തന്നെയാണ്? എന്താണ് പൂച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം കേട്ടോ. അയാളിൽ കത്തി F-35 ഉണ്ട്. എന്നോടല്ലേ പറഞ്ഞേ? എന്നോട് കളിക്കാൻ ഞാനുണ്ട്. ബാക്കി ഗൾഫ് രാജ്യങ്ങൾ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കികളെയും കഴിവേറിയും. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ഓണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ. മേലാലി ഏരിയയിൽ എങ്ങനെ കണ്ടുപോയാ കൂടുതൽ എന്നെ നാറ്റിക്കല്ലേ. പിന്നെ കാണാ, എല്ലാവരോടും കൂടി പറയാണ്, ഈരാരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ ഈരാരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. അലപോലെ വന്നവ എരിപോലെ പോയത് അത്ഭുതം. എവിടെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിൽ ചോട്ടിൽ ഒളിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പഴേ അവനോട് ജീവൻ വെച്ചത്. എന്താണ്ടാ? ഒന്നുമില്ല. ഇതെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ട്രംപിന്റെ പ്രസ്താവന കൃത്യമായിട്ട് എന്താണെന്നും കൂടി എടുക്കാം. അത് വായിക്കേണ്ട പ്രസ്താവനയാണ്. ട്രംപിന്റെ പ്രസ്താവന വായിക്കണം. അത് വായിച്ചാൽ മാത്രമേ അതിന്റെ പഞ്ച് നമുക്ക് മനസ്സിലാവൂ. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അർണവ് പറയുന്നതും കൂടെ കേൾക്കണം കേട്ടോ. അർണവ് പറയുന്നതും കൂടെ കേൾക്കണം. ഇത് ട്രംപ് പറയുന്ന, ഇത് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, വേറെ ആരുടെ അല്ല, ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിക്കുന്നത്. എ ബിഗ് ഡേ ഫോർ വേൾഡ് പീസ്. ലോക സമാധാനത്തിന് ഇത് വലിയൊരു ദിനമാണ്. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? അമേരിക്ക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്ക ചേർന്നാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇറാൻ വാണ്ട്സ് ഇറ്റ് ടു ഹാപ്പൻ. ഇത് ഇറാന് സംഭവിക്കണമെന്നുണ്ടായിരുന്നു. അതിനുശേഷം ദേ ഹാവ് ഹാഡ് ഇനഫ്. അവർക്ക് മതിയായി. ലൈക്ക് വൈസ് സോ ഹാസ് എവരിവൺ എൽസ്. അതായത് ഞങ്ങൾക്കടക്കം എല്ലാവർക്കും മതിയായി. പക്ഷെ ഇറാന് മതിയായി, അതേപോലെ നമുക്ക് എല്ലാവർക്കും മതിയായി. അടുത്തതാണ് വായിക്കേണ്ടത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിൽ ബി ഹെൽപ്പിംഗ് വിത്ത് ദ ട്രാഫിക് ബിൽഡപ്പ് ഇൻ ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. അവിടെ ട്രാഫിക് ബിൽഡപ്പ് അമേരിക്ക ഹെൽപ്പ് ചെയ്യുമെന്ന്. ലോകത്തിന്റെ 20% എണ്ണ പൊക്കോണ്ടിരുന്ന യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇനി അമേരിക്ക എന്ന് പറഞ്ഞുകൂടാ, ട്രംപിന്റെ ഒരു സഹായവും വേണ്ട. There will be lots of positive action. Big money will be made. Iran can start the reconstruction process. അതായത് മുമ്പ് ലോകത്തിൽ എല്ലാവർക്കും ഫ്രീ ആയി, അതായത് വെർച്വലി ഫ്രീ ആയി കടന്നു പോകാൻ കഴിയുന്ന സ്ഥലമായിരുന്നു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്. ഇറാൻ അടക്കം ആരും അവിടെ നിന്ന് യാതൊരു ചാർജും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഓരോ കപ്പലിനും $millions ചാർജ് മേടിക്കാനും ഒരു ടോൾ ബൂത്ത് സംവിധാനം ഉണ്ടാക്കാനുമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക.
ലോകത്തെ എത്ര രാജ്യങ്ങൾക്കാണ് ട്രംപിന്റെ ഭ്രാന്ത നയങ്ങൾ കാരണം കാശ് നഷ്ടമാകുന്നത്. ഇപ്പം പറയുകയാണ് അവിടെ നിങ്ങളൊരു ട്രാഫിക്, അമേരിക്ക വിൽ ബി ഹെൽപ്പിംഗ് വിത്ത് ദ ട്രാഫിക് ബിൽഡപ്പ്. ട്രംപിന്റെ യാതൊരു സഹായവും വേണ്ട, ലോകത്തിന്റെ 20% എവിടെ കൂടെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ദർ വിൽ ബി ലോട്ട്സ് ഓഫ് പോസിറ്റീവ് ആക്ഷൻ, ബിഗ് മണി വിൽ ബി മെയ്ഡ്. ഇറാൻ ഒരുപാട് കാശുണ്ടാക്കാൻ. ഒന്ന്, ഇറാൻ അല്ല, ലോകം മുഴുവൻ ഫ്രീ ആയി പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഇറാന്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി ഇറാന് ധാരാളം കാശുണ്ടാക്കാം. വി വിൽ ബി ലോഡിംഗ് അപ്പ് വിത്ത് സപ്ലൈസ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ തരത്തിലുള്ള സപ്ലൈ നമ്മൾ ലോഡ് ചെയ്യും. ആൻഡ് ജസ്റ്റ് ഹാങ്ങിങ് അറൌണ്ട് ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഗോസ് വെൽ. ഹാങ്ങിങ് അറൌണ്ട് കൊട്ടേഷനിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ആ സൈഡിലൊക്കെ കാണുമെന്ന് പറയാൻ നാണം വേണ്ടേ, കുറച്ചൊക്കെ നാണം വേണ്ടേ. ഹാങ്ങിങ് അറൌണ്ട്, ഞങ്ങൾ ആ സൈഡിലൊക്കെ ഉണ്ടാവുമെന്ന്, എല്ലാം ശരിയായി പോകുന്നു നോക്കാൻ. ഐ ഫീൽ കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് വിൽ, ജസ്റ്റ് ലൈക്ക് വി ആർ എക്സ്പീരിയൻസിംഗ് ഇൻ ദി US, ദിസ് കുഡ് ബി ഗോൾഡൻ ഏജ് ഓഫ് മിഡിൽ ഈസ്റ്റ്. അമേരിക്കയിലെ ഗോൾഡൻ ഏജ് ആണ് ട്രംപ് എന്ന് സ്വയം വിളിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിന്റെ ഗോൾഡൻ ഏജിലേക്ക് വരുമെന്ന്. അതായത് യാതൊരു പ്രശ്നവും ഇല്ലാത്തിരുന്ന സ്ഥലത്ത് പോയി യുദ്ധമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ആ രാജ്യത്തിലെ പല ആൾക്കാരെയും കൊന്ന് അവിടെ റെജീം ചേഞ്ച് സംഭവിക്കാതെ പരാജയപ്പെട്ട് അവസാനം ആ ഹോർമുസ് കടലിടുക്കിന് കാശും കൂടി കൊടുത്ത് തിരിച്ചു വന്നിട്ട് വിജയമാണെന്ന് പറയാൻ അസാധാരണമായ ഉളുപ്പ് വേണം. ആ അസാധാരണമായ ഉളുപ്പില്ലായ്മയാണ് നമ്മുടെ അർണബ് ഗോസ്വാമി തുറന്നു കാട്ടുന്നത്. As we move towards a war, towards the end of the war, sometimes one side says that we won. That is called a declaration of victory. ചില സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു എന്ന് പറയും. Doing is saying we've lost, which is a declaration of defeat. It's as clear as that. When you say I can't do regime change, but I will destroy Iranian civilization. I can't get the uranium, but I will destroy Iranian civilization. I can't even open the Strait of Hormuz. I can't open it, but I will end. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയായിട്ട് അവർക്ക് സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് ട്രംപിന് തുറക്കാൻ കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽപ്പട, 5ാം കപ്പൽപ്പടയും എയർഫോഴ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് ട്രംപിന് ഹോർമുസ് തുറക്കാൻ കഴിഞ്ഞു. എനിക്കതിൽ ഏറ്റവും വൈകാരികമായി തോന്നിയത്, അതായത് ഇന്നലെ ഇറാനിയൻ സിവിലൈസേഷൻ, ഇറാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കും, നാഗരികത ഇല്ലാതാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇറാന്റെ പവർ പ്ലാന്റ്സിന്റെ ഫ്രണ്ടിൽ അവിടുത്തെ യുവത്വം, അവിടുത്തെ കുടുംബങ്ങൾ കാവല് നിൽക്കുമെന്ന് പറഞ്ഞു. വളരെ ആവേശം തോന്നിയൊരു സന്ദർഭമാണ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ അനീതിയാണ്, അന്യായമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളില് തടിയും പൊക്കമുള്ള, എന്താ പറയുക, ധാർഷ്ട്യമുള്ള ചില ആൾക്കാരും നമ്മളെ ബുള്ളി ചെയ്യുമല്ലോ, ബാക്കിയുള്ള പെമ്പിള്ളാരുടെ ഫ്രണ്ടിൽ വെച്ച് ആളാകാൻ വേണ്ടി. അതേപോലത്തെ ബുള്ളിങ് ആണ് ട്രംപ് ചെയ്യുന്നത്. I can't bring down even Pezeshkia, but I will end Iranian civilization. Ladies and gentlemen, everyone knows America has no history. It's a 250-year-old country. അമേരിക്കയെ കുറിച്ച് അങ്ങനെ മോശം പറയുന്നത് എനിക്ക് അപ്പുറമല്ല. അമേരിക്ക അല്ല, ഇറാൻ അല്ല, എല്ലാ രാജ്യങ്ങളും നല്ലതാണ്. ഇറാൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലൈസേഷൻസിൽ ഒന്നാണ്. നമ്മളെ പോലെ, നമ്മളെ ഇന്ത്യയെ പോലെ പ്രാചീനമാണ്. അമേരിക്കയ്ക്ക് 250 വർഷമേ ഉള്ളെങ്കിലും അമേരിക്കയും 250 വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷെ അർണബ് കടുപ്പിക്കുന്നുണ്ട്. It's a country which till recently did not allow women to vote, till recently did not allow African Americans to vote. It's a country till 150 years back was divided on lines of race, and even till the 1960s. In that sense, America is a country not just with no history, it is a country with no civilization. To call it so, it's a mishmash. അങ്ങനല്ല, അമേരിക്കയെ മോശം നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കൻ ജനത നല്ലതാണ്. പക്ഷേ അമേരിക്കയിൽ ഈ ട്രംപിനെ പോലെ ഭ്രാന്തൻ നയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാനത് കേൾപ്പിച്ചതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ട്രംപാണ് ലോകത്തിന്റെ രാജാവെന്ന് വിചാരിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ക്രിസംഗികളും ഉണ്ട്. അത്യാവശ്യം വിവരവും ബോധവും ഉള്ള ഏറ്റവും നല്ല വലതുപക്ഷ മാധ്യമപ്രവർത്തകനായ അർണബ് ഗോസ്വാമി വരെ എത്ര പുച്ഛത്തോടും പരിഹാസത്തോടും കൂടാണ് ട്രംപിനെ കുറിച്ച് പറയുന്നതെന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ നന്മയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, രാഷ്ട്രീയക്കാരന്റെ ഭ്രാന്ത നയങ്ങൾക്ക് ലോകം വില കൊടുക്കാതിരിക്കട്ടെ, പോപ്പിന്റെ വഴിയിൽ, UN മുമ്പോട്ട് വെക്കുന്ന വഴിയിൽ, സമാധാനത്തിന്റെ വഴിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇറാന്റെ പ്രൗഢഗംഭീരമായ ഡിഫൻസിന്, ചെറുത്തുനിൽപ്പിന് അഭിവാദ്യം അർപ്പിക്കുന്നു.